ത്രേസ്യേച്ചി നമ്മുടെ MG U3 ഹാപ്പി വില്ലേജിൽ വന്ന് ചേർന്നല്ലോ. അത് ചേർന്നതിന് ശേഷം സന്തോഷാണോ? സന്തോഷാണ്. ചേച്ചി എന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങള്, അതായത് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിട്ട് കൂടി ചെറിയ ചെറിയ കാര്യങ്ങള് എന്നെ കൊണ്ടാവണത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. ചെയ്തു. അതിലെ 1 2 കാര്യങ്ങൾ മാത്രം പറയാമോ എന്നോട്? ഏതാണ് ആദ്യമായിട്ട് ചെയ്ത ഒരു? ട്യൂമറിനെ രോഗീനെ സഹായിക്കാൻ വീട് വിടാന്തരം കയറി ഇറങ്ങി യാചിച്ചു. ആ കിട്ടിയ പണം കുടുംബ യൂണിറ്റിന്റെ വാർഷികത്തിന് വെച്ച് അവരെ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. പിന്നെ ഈ രാമാനന്ദ, അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ആദരവോ എന്തെങ്കിലും കിട്ടിയോ? അതിന് ആദരവ്, റോഡിന് ആദരവ് തരാൻ ചോദിച്ചപ്പോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അപ്പൊ നിർബന്ധമാണെങ്കിൽ എന്റെ വീട്ടിലേക്കുള്ള റോഡിന് മദർ തെരേസ എന്ന് പേരിട്ടോളാൻ പറഞ്ഞു. ആ പേരിട്ട് തന്നു. അത് ഉദ്ഘാടനത്തിന് മേയർ രാജമ്പലം വന്നു, ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു സമ്മാനം വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം പിന്നെയും പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അത് കൂടുതൽ സന്തോഷമായി. അതിന് 3 ടിക്കറ്റ് ബുക്ക് ചെലവാക്കി 3000 രൂപ രാമാനന്ദ സ്കൂളിന് കൊടുത്തു. പിന്നെയും എനിക്ക് ഒരു പ്രചോദനം ഉണ്ടായി 10 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ കിഡ്നി പേഷ്യന്റിനെ കിട്ടിയത്. അതും വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു 36,000 രൂപ ആ കുട്ടിക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റി. അപ്പൊ ഈ മദർ തെരേസയുടെ പോലെ തന്നെയുള്ള മറ്റുള്ളവരെ യാചിച്ച് ഇങ്ങനെ ആവശ്യങ്ങളിലുള്ള ആളുകളെ സഹായിക്കുക. എപ്പോഴും എന്റെ കൈ മറ്റുള്ളവരുടെ യാചനയ്ക്ക് ഒരുങ്ങി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കാത്തിരിക്കുക. അങ്ങനെ യാചിക്കാൻ ചെന്നപ്പോ ഒരു ദുരനുഭവം, മോശം അനുഭവം, ആൾക്കാരെ പേരൊന്നും പറയണ്ട, എന്നാലും കൂടി മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. എന്നെ കണ്ട ഒരു പൈസ തന്നെ തരും. എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ആവശ്യത്തിനല്ലല്ലോ യാചിക്കാൻ പോണത്, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി. എന്തെങ്കിലും തന്നാ മതി എന്നാണോ പറയണേ? അത് ഇത്ര സംഖ്യ തരണം അങ്ങനെ അങ്ങനെ പറയോ? അവരെ കയ്യിലുള്ളത് തന്നാ മതി. അപ്പുറത്ത് ചെന്ന് നമുക്ക് വേറെയും ചോദിക്കാലോ. അപ്പൊ മദർ തെരേസയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ധനികന്റെ അടുത്ത് ചെന്നിട്ടേ കൈ നീട്ടിയപ്പോ പറഞ്ഞു കാർക്കിച്ച തുപ്പി. കാർക്കിച്ച് തുപ്പിയപ്പോ മദർ തെരേസ പറഞ്ഞു എനിക്കുള്ളത് കിട്ടി, ഇനി എന്റെ പാവങ്ങൾക്കുള്ളത് തരാൻ പറഞ്ഞു. അങ്ങനെ വല്ല അനുഭവം? ഞാൻ പറയാം, എന്നെ കണ്ട ഒരു തന്നെ തരൂ, അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് അപ്പൊ ഇവിടെയുള്ള പരിചയക്കാര് അവരൊക്കെ ത്രേസ്യേച്ചിനെ അറിയണതാണ്. അപ്പൊ ത്രേസ്യേച്ചി ഒരു അത്യാവശ്യമായിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുള്ളൂ എന്നറിയാം. അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ തന്നു. അപ്പൊ ഇല്ലെങ്കിലും പിന്നീട് തരാന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റില് അടച്ച്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സംഘടനകളിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കോലൈഫിന്റെ സംഘടനയിലെ ഉപയോഗിക്കുന്ന, പിന്നെ കോൺഗ്രസിന്റെ പാർട്ടിയില്, പിന്നെ ഈ പരിപാടി തന്നെ, നിന്റെ പരിപാടിയിൽ എല്ലാത്തിലും ഉണ്ട് ഞാൻ. യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് വയസ്സായവരുടെ എല്ലാത്തിലും ഞാൻ ഉണ്ട്. നമ്മുടെ ഓണാഘോഷം ഈ ഓഗസ്റ്റ് 26 ജവഹർ ബാലഭവനിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ ജില്ലയുടെ MG U3 ഓണാഘോഷം വെച്ചിട്ടുള്ളത്. അപ്പൊ ത്രേസ്യേച്ചിനെ ക്ഷണിക്കുന്നു അതിലേക്ക്. വരാനൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ വരിക. അതെ, വണ്ടി കിട്ടണം, കൊണ്ടുപോകാൻ ആള് വേണം. മോൻ പിന്നെ പറഞ്ഞിടത്തേക്കൊക്കെ കൊണ്ടുപോകും. അവർക്ക് ഒഴിവുണ്ടാവുന്നു, സമയമാണെങ്കിൽ വരും. അപ്പൊ ശരി, അപ്പൊ താങ്ക് യു, സന്തോഷം. ഇനിയും ത്രേസ്യേച്ചിക്ക് സന്തോഷവരെ നമുക്കൊരു സന്തോഷല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ? സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ യാചിച്ച എന്റെ ഫലം 4 ആള് അറിയിട്ടേ. അപ്പൊ സന്തോഷായില്ലേ? അപ്പൊ സന്തോഷായി, ഒരു അംഗീകാരം കിട്ടി, സന്തോഷായി. അപ്പൊ ഇനിയും കൂടുതൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം. ശരി, സന്തോഷം കേട്ടോ. താങ്ക് യു. ഞാനപ്പോ